നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള അർജൻറ്റീന സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ബ്രസീലിൽ കളിക്കുന്ന ഒരു താരത്തെ അർജൻറ്റീന സ്ക്വാഡിലെടുത്തിരിക്കുകയാണ്. യെസ്, ഹോസെ മാനുവൽ ലോപ്പസ് എന്ന ഫ്ലാക്കോ ലോപ്പസ് ഇത്തവണ അർജൻറ്റീനയ്ക്കായിട്ട് വേൾഡ് കപ്പ് കളിക്കും. തൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കുള്ള എൻട്രി ഹോസെ മാനുവൽ ലോപ്പസ് ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. പാൽമിറാസ് വേഴ്സസ് ജൂനിയർ മത്സരം, കോൺമെബോൾ കൊപ്പ ലിബർട്ടഡോറസ് പോരാട്ടം 4-1 പാൽമിറാസ് ജയിക്കുമ്പോൾ ഹാട്രിക് അസിസ്റ്റാണ് ഹോസെ മാനുവൽ ലോപ്പസ് സ്വന്തം പേരിലാക്കിയത്. ഏതായാലും ഫ്ലാക്കോ ലോപ്പസ് ഇപ്പോൾ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തുന്നു. 25-കാരനായിട്ടുള്ള താരം. അർജൻറ്റീനയ്ക്കായിട്ട് അദ്ദേഹം ഓൾറെഡി 3 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പാൽമിറാസിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന താരത്തെ അർജൻറ്റീന വേൾഡ് കപ്പ് സ്ക്വാഡിന് കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പ് 2006 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ബ്രസീലിൽ ലീഗ് കളിക്കുന്ന താരങ്ങൾ അർജൻറ്റീന ഉൾപ്പെടുത്തിയത്. അതന്ന് കൊറിന്ത്യൻസിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന മഷറാനോ, ടെവസ് എന്നിവരെയാണ് അന്ന് സ്ക്വാഡിലെടുത്തത്. ഇപ്പം 5-ാമത്തെ താരമാണ്, ബ്രസീലിൽ ലീഗ് കളിക്കുന്ന 5-ാമത്തെ താരമാണ് അർജൻറ്റീന വേൾഡ് കപ്പ് സ്ക്വാഡിൽ വരുന്നത്. അതിനു മുമ്പ്, അതായത് മഷ്റാനോ, ടെവസ് ദ്വയത്തിന് മുമ്പ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരുന്നത് ക്രുസൈറോക്ക് വേണ്ടി കളിച്ചിരുന്ന താരം റോബർട്ടോ പെർഫ്യൂമോ. 1974 വേൾഡ് കപ്പിലാണ് അദ്ദേഹം അർജൻറ്റീനയ്ക്കായിട്ട് കളിച്ചത്. അതുപോലെ തന്നെ ക്രുസൈറോക്ക് വേണ്ടി കളിച്ചിരുന്ന ഇവാൻ പാബ്ലോ സോറിൻ, അർജൻറ്റീന ആരാധകർക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയ സോറിനെ. അദ്ദേഹം 2002 വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ബ്രസീലിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ക്രുസൈറോക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രസീലിൽ കളിക്കുന്ന ഒരു താരം ആദ്യമായിട്ട് അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ വരുന്നത് റോബർട്ടോ പെർഫ്യൂമോയാണ്. 1974 ക്രുസൈറോക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് അദ്ദേഹം വേൾഡ് കപ്പിന് പോയത്. 2002 വേൾഡ് കപ്പിലാണ് പിന്നീട് അത്തരത്തിലൊരു താരം വരുന്നത്. അത് സോറിനായിരുന്നു. അദ്ദേഹം ക്രുസൈറോക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് വേൾഡ് കപ്പിന് പോയത്. 2006 വേൾഡ് കപ്പിൽ മഷ്റാനോയും ടെവസും രണ്ടുപേരും കൊറിന്ത്യൻസിന് വേണ്ടിയാണ് അപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത്. 2005 ബ്രസീലിയേറോ ചാമ്പ്യന്മാരായിരുന്നു അവർ എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഇതാ 20 വർഷങ്ങൾക്ക് ശേഷം, 2006 കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം 2026 വേൾഡ് കപ്പിന് വരുന്നു ഫ്ലാക്കോ ലോപ്പസ് എന്ന ഹോസെ മാനുവൽ ലോപ്പസ്. പാൽമിറാസിൻ്റെ താരമായിട്ട് ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു സ്ക്വാഡിലേക്ക് എത്തുന്നത്. ഈ സീസണിൽ മികച്ച പ്രകടനം സെൻറ്റർ ഫോർവേഡായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 14 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് സീസണിൽ ഇതുവരെ അദ്ദേഹം പാൽമിറാസിനായിട്ട് നേടിയിട്ടുള്ളത്. വേൾഡ് കപ്പിൽ തീർച്ചയായിട്ടും അർജൻറ്റീനയുടെ സ്ക്വാഡിൽ അദ്ദേഹം ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറായിട്ട് ഹുലിയൻ ആൽവാരസ്, ലൗട്രോ മാർട്ടിനസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സ്ഥാനമുള്ളൂ. 3-ാം സ്ട്രൈക്കറായിട്ടായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ഏതായാലും ബ്രസീലിൽ നിന്നൊരു താരം ഇതാ അർജൻറ്റീനയ്ക്കായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.